إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ എല്ലാ ഭാഗത്തും കാത്തു സൂക്ഷിക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അതിനെ സഹായിക്കുകയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നും അവന് ആരോടാണ് ഏറ്റവും സ്നേഹവും അടുപ്പവും എന്നുള്ളതെല്ലാം തന്നെ മനസ്സിലാക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ 4 സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ 4 സന്ദർഭങ്ങളിൽ അവൻ്റെ ചിന്തയും ലക്ഷ്യവും സ്വപ്നവും അവൻ്റെ അടുപ്പവും സ്നേഹവും ആരോടാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനുള്ള ഉത്തരം അവൻക്ക് ലഭിക്കുമെന്ന് പണ്ഡിതന്മാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് ത്വരീഖുൽ ഹിജ്റത്തൈനി വബാബു സആദത്തൈൻ എന്നുള്ള ഗ്രന്ഥം. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 4 ഘട്ടങ്ങൾ. ആ 4 ഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യന് തൻ്റെ റബ്ബുമായിട്ടുള്ള അടുപ്പവും ഇഷ്ടവും എത്രമാത്രം പ്രകടമാകുമെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് അദ്ദേഹം ആ ഗ്രന്ഥത്തിലൂടെ നമുക്ക് തെളിവുകൾ ഉദ്ധരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാമത്തെ സന്ദർഭമാണ് ഇന്ദ അഖ്ദി മൽജഇഹി വതഫറുഹി ഹവാസി വജവാരിഹി മിനശ്ശവാഇൽ. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒരു ശരീരവും മനസ്സും അടങ്ങുന്ന ഒരു സമയമുണ്ട്. അതായത് ഉറങ്ങാൻ കിടക്കാൻ പോകുന്ന സമയം. എല്ലാ ശരീരങ്ങളും അവയവങ്ങളും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ മനസ്സും. വജ്തിമാഇ ഖൽബിഹി അലാ മാ യുഹിബ്ബുഹു. ഇനി അവന് കിടന്ന് ഉറങ്ങാനാണ്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഹൃദയത്തിൽ അവൻ ആരോടാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, അവൻ ഏതാണോ ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത്, അതായിരിക്കും അവൻ്റെ ഹൃദയത്തിൽ ആകമാനമുണ്ടാവുക. ഫഇന്നഹു ലാ യനാമു ഇല്ലാ അലാ ദിക്രി മൻ യുഹിബ്ബുഹു.
അവൻ ആരോടാണോ സ്നേഹിക്കുന്നത്, അടുപ്പം കാണിക്കുന്നത്, അവരെ ഓർക്കാതെ അവനക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. വശഅല ഖൽബഹു ബിഹി, അവരെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും അതിൽ മുഴുകാതെയും അവൻക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല എന്നാണ്. ഇപ്പൊ നമ്മുടെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം, ലക്ഷ്യം, നമ്മുടെ സ്നേഹം ആരോടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത്തെ സന്ദർഭം, നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന ആ സമയം, കിടപ്പറയിലേക്ക് തല ചായ്ക്കുന്ന സമയത്ത് നമ്മളുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചാണോ ചിന്ത, ആരെക്കുറിച്ചാണോ ഓർമ്മ വരുന്നത്, ആരെക്കുറിച്ചാണോ നമ്മൾ സ്വപ്നം കാണുന്നത്, ആരെക്കുറിച്ചാണോ നമ്മൾ എന്തിനെക്കുറിച്ചാണോ ലക്ഷ്യം വിടുന്നത്, ആ സമയത്ത് നമ്മൾ ഹൃദയത്തിലൂടെ ഓടിപ്പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, വിചാരങ്ങൾ എന്തൊക്കെയാണ്, വികാരങ്ങൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും സ്വപ്നവും തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകളും പ്രാർത്ഥനകളും ദുആവുകളും തസ്ബീഹുകളും തഹ്മീദുകളും എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മെ പഠിപ്പിച്ച ഒരു ദുആഇനെ കുറിച്ച് അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറയാണ്, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ സുമ്മ ഇൽതജഅ അലാ ശിഖ്ഖിൽ അയ്മൻ. നീ ഉറങ്ങാൻ വേണ്ടി നിന്റെ ശയ്യയിലേക്ക്, കിടപ്പറയിലേക്ക്, ബെഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫതവല്ല വുളുഅക ലിസ്സലാ, നമസ്കാരത്തിന് ഉളൂ ചെയ്യുന്ന പോലെ നീ ഉളൂ ചെയ്യുക. സുമ്മ ഇൽതജഅ അലാ ശിഖ്ഖിൽ അയ്മൻ, എന്നിട്ട് നീ നിന്റെ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. റസൂലുള്ളാഹി പറയണം, സുമ്മ ഖാൽ, എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വൽജഅതു ളഹ്രി ഇലൈക റഅബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വനബിയ്യിക അല്ലദീ അർസൽത. ഈ ദുആ നീ ചെയ്യുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ എൻ്റെ നഫ്സിനെ നിന്നിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. വവജ്ജഹതു വജ്ഹി ഇലൈക, എൻ്റെ മുഖത്തെ നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹുവേ നിന്നിൽ ഞാൻ അർപ്പിച്ചിരിക്കുന്നു. വൽജഅതു ളഹ്രി ഇലൈക, എൻ്റെ മുതുകിനെ നിന്നിലേക്ക് ഞാൻ ചെരിച്ചു വച്ചിരിക്കുന്നു. റഅബതൻ വറഹബതൻ ഇലൈക, നിന്നിൽ നിന്നുള്ള പ്രതിഫലവും അതുപോലെ തന്നെ നിന്റെ ശിക്ഷയും ഭയപ്പെട്ടുകൊണ്ടാണത്. ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക, അല്ലാഹുവേ നിന്നിലേക്കല്ലാതെ യാതൊരു രക്ഷയും അഭയവും സ്ഥാനവുമില്ല. ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിത്തന്ന കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വനബിയ്യിക അല്ലദീ അർസൽത, നീ അയച്ച നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന ദുആ. ഈ ദുആ ചൊല്ലിക്കൊണ്ട് റസൂല് പറയാണ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട്, ഫഇന്നക ഇൻ മിത്ത ഫീ ലൈലതിക മിത്ത അലാ ഫിത്രത്തിൻ, ഈ ദുആ ചൊല്ലിക്കൊണ്ടാണ് നീ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ മരിക്കുകയാണെങ്കിൽ മിത്ത അലാ ഫിത്രത്തിൽ, നീ ശുദ്ധ ഇസ്ലാമിലായിക്കൊണ്ടാണ് മരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴുമുള്ള ചിന്ത അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള അടുപ്പവും സ്നേഹവും ആയിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതെല്ലാം അള്ളാഹുവിനെ കുറിച്ചാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ നമുക്കറിയാം. മുഅവ്വിദാത്തുകൾ സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും 3 തവണ ചൊല്ലണം. ആയത്തുൽ കുർസി, ആമൻ റസൂല്, അതുപോലെ തസ്ബീഹുകളുണ്ട്, തഹ്മീദുകളുണ്ട്, തഹ്ലീലുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉറക്ക് ഒരു മരണത്തിന് സമാനമാണെന്ന പറയല്. അതുകൊണ്ട് തന്നെ
നമ്മുടെ അവസാനം നല്ലതാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളും സന്ദർഭങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ സന്ദർഭമാണ്, നമ്മളൊക്കെ ഉറങ്ങുന്നവരാണ്. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് നെട്ടി ഉണരുന്ന ആളുകളും ഉണ്ടാകാറുണ്ട്. കുട്ടികളൊക്കെ സംഭവിക്കാറുണ്ട്, വലിയവരിലും സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ ഉണ്ടാവും. അതാണ് പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞു, ഇന്ദൽ ഇന്തിബാഹി മിനൻ നൗം, ഉറക്കിൽ നിന്ന് നെട്ടിയുണരുന്ന സമയത്ത്. ഇപ്പൊ ഒരാൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധവും സ്നേഹവും എത്രമാത്രം ഉണ്ട് എന്ന് പ്രകടമാകുന്ന സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ സന്ദർഭമാണ് ഇന്ദ ഇൽതിബാഹി മിനൻ നൗം, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ നെട്ടി ഉണരുന്ന സമയത്ത്. കാരണം അദ്ദേഹം പറയാണ്, ഫഅവ്വലു ശൈഇൻ യസ്ബിഖു ഇലാ ഖൽബിഹി ദിക്രി മഹ്ബൂബിഹി, അവൻ ആദ്യമായി ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ആദ്യം ചിന്തിക്കുക, ഓർക്കുക, അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ കുറിച്ചായിരിക്കും, അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരെ കുറിച്ചായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കിൽ നിന്ന് അവൻക്ക് ഉണരുമ്പോൾ റൂഹിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ ഓർക്കുകയും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ കുറിച്ചായിരിക്കും. അല്ലദീ കാന ഖദ് ഖാബ അൻഹു ഫിന്നൗം, ഉറക്കിൽ നിന്ന് അവൻ അവരെ കുറിച്ച് മറന്നുപോയിരുന്നു, അശ്രദ്ധയിലായിരുന്നു, അവരെ കുറിച്ച് ചിന്ത വിട്ടുപോയിരുന്നു. പക്ഷേ ഉണർന്ന ഉടനെ അവൻ ചിന്തിക്കുന്നത് ആരെക്കുറിച്ചായിരുന്നു, അവൻ സ്വപ്നം കാണുന്ന ആരെക്കുറിച്ചാണ്. അതുപോലെ അവൻ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും അധികം ലക്ഷ്യമെന്താണ്, സ്വപ്നമെന്താണ്, ആരോടാണ് ഏറ്റവും അടുപ്പവും സ്നേഹമെന്ന് അവനക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ തഗാറാ മിനൽ ലൈൽ, ആരെങ്കിലും ഉറക്കിൽ നിന്ന് നെട്ടി ഉണർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യമായി അവൻ ചൊല്ലേണ്ടത് ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെ പറയേണ്ടത്? കുട്ടികളൊക്കെ നെറ്റി ഉണരാറുണ്ട്, കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളും പെട്ടെന്ന് ഉണരാറുണ്ട്. ആ ഉണർന്ന സമയത്ത് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ തൗഹീദിനെ, ഏകത്വത്തെ അവൻ ആവർത്തിച്ച് പറയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കറൻ മറ്റാരുമില്ല, അവന് യാതൊരു വിധത്തിലുള്ള പങ്കുകാരനുമില്ല, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവിനാണ് എല്ലാ പരിശുദ്ധിയും, അവനല്ലാതെ ആരാധനക്കറൻ അർഹമില്ല. വല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ചലനവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നവൻ പറയണം. എന്നിട്ടോ റസൂലുള്ള പറയാണ്, എന്നിട്ട് അവൻ ആ ഇരുന്നോടത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന. ഇനിയോ വദആ, അവൻ അള്ളാഹുവിനോട് എന്താണോ പ്രാർത്ഥിച്ചത്, ഉസ്തുജീബ ലഹു, അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. ഇനിയോ ഫഇൻ തവല്ല വസല്ല, ഇനി അവൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 2 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിലോ ഖുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ അള്ളാഹുമായിട്ട് നമ്മുടെ ഇഷ്ടം എത്രയാണെന്നും അടുപ്പം എത്രയാണെന്നും പ്രകടമാകുന്ന രണ്ടാമത്തെ സന്ദർഭമാണ് നമ്മിൽ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. അപ്പൊ നമ്മുടെ ചിന്ത അള്ളാഹിനെ കുറിച്ചാണോ, ദുനിയാവിനെ കുറിച്ചാണോ, മക്കളെ കുറിച്ചാണോ, മറ്റുള്ള ചിന്തകൾ ഏതാണോ, അതായിരിക്കും നമ്മൾ ഏറ്റവും വലിയ സ്വപ്നം. അതിലേറ്റവും മുൻഗണന നൽകേണ്ടത്
അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം, അവനോടുള്ള അടുപ്പമായി. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാലും ഉറക്കിൽ നിന്ന് ഉണർന്നാലും അള്ളാഹുവിനെ ഓർക്കണമെന്നുള്ളത്. അതുപോലെ മൂന്നാമത്തെ സന്ദർഭമാണ് ഇന്ദ ദുഖൂലി ഫിസ്സലാ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്. എന്താ നമസ്കാരം? ഫഇന്നഹാ മിഹഖുൽ അഹ്വാലി മീസാനുൽ ഈമാൻ, നമ്മളുടെ മാനസികമായ അവസ്ഥകളും നമ്മളെ ഈമാനും അളക്കുന്ന സന്ദർഭമാണ്. നമുക്ക് എത്രമാത്രം ഈമാനുണ്ട്, വിശ്വാസം ഉണ്ടായ പോരാ, അത് ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം, അത് എത്രമാത്രമുണ്ട്. അതുപോലെ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? എൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ജീവിതം മരണവുമെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് ഞാൻ, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഈ ഇബാദത്ത് ചെയ്യുന്നത് എന്നുള്ളൊരു മാനസിക അവസ്ഥയാണോ അവനുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ടോ പറയാണ് യൂസന ഈമാനുർ റജുലി വയതഹഖഖു ഹാലഹു വമഖാമഹു വമിഖ്ദാറു ഖുർബിഹി മിനല്ലാഹ്, ഒരാളുടെ ഈമാൻ അളക്കാനും അവന്റെ അവസ്ഥ എന്താണെന്നും അവൻ നിൽക്കുന്ന സ്ഥാനത്തെ കുറിച്ചും അവനും അവന്റെ റബ്ബുമുള്ള അടുപ്പത്തിന്റെ അളവ് എത്ര, തോതെത്ര എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ നമസ്കാരം അവൻ എത്ര മാനസികമായി സന്നദ്ധതയോടുകൂടിയാണോ നമസ്കരിക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, നമസ്കരിക്കുമ്പോൾ നമ്മുടെ മാനസികമായ അടുപ്പവും സ്നേഹവും അത് ആരോടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ നമസ്കരിക്കാനാണ് കൈയെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ദുനിയാവിന്റെ ചിന്തകളായിക്കാരം, കച്ചവടത്തെ കുറിച്ച്, ചിലപ്പോൾ കച്ചവടക്കാരനായിക്കാരം, കട അടച്ചു വന്നതായിക്കാരം ജമാഅത്തിന്. അപ്പൊ അവന്റെ മനസ്സിലുണ്ടാകുന്ന തേട്ടങ്ങളായിക്കാരം, ആരൊക്കെ വരും, ഇപ്പൊ അത് ഷോപ്പ് അതുപോലെ തന്നെ താറ്റിട്ട് കഴിഞ്ഞാൽ എത്ര കച്ചവടക്കാരൻ മുടങ്ങിപ്പോവും. അതുപോലെ തന്നെ ലാഭനഷ്ടങ്ങളെ കുറിച്ച്, മക്കളെ കുറിച്ച്, അതുപോലെ തന്നെ വീട്ടിനെ കുറിച്ച്, അങ്ങനെ പല ചിന്തകളുമാണ് വരണമെങ്കിൽ അവൻ അള്ളാഹുമായിട്ടുള്ള ഇഷ്ടവും അടുപ്പവും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കാരണം നമസ്കരിക്കുമ്പോൾ ഏകാഗ്രതയോടുകൂടി അതുപോലെ മനസ്സാന്നിധ്യത്തോടുകൂടി എൻ്റെ റബ്ബിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ കാന ഫിസ്സലാ ഫഇന്നമാ യുനാജി റബ്ബ എന്ന് പറഞ്ഞ ഒരാൾ നമസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവനും അവന്റെ റബ്ബുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണമാണ് അവിടെ നടക്കേണ്ടത്. വേറെ സംഭാഷണമോ വേറെ ചിന്തയോ വേറൊരു വിചാരങ്ങളൊന്നും ഉണ്ടാവരുത്. ഞാൻ നേരിട്ട് നിൽക്കുന്ന കഅബക്കും ഇടയിൽ എൻ്റെ റബ്ബാണ് നിൽക്കുന്നത്, റബ്ബിനോടാണ് ഞാൻ സ്വകാര്യ സംഭാഷണം നടത്തുന്നത്. എൻ്റെ ആവലാദികളും വേവലാദികളും ഞാൻ പറയേണ്ട കാര്യങ്ങളും എൻ്റെ മനസ്സിനകത്തുള്ളതെല്ലാം ഞാൻ റബ്ബിനോടാണ് പറയുന്നത് എന്നുള്ള ഒരു മനസ്സോടുകൂടി നിൽക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും ആരോടാണെന്നുള്ളത്. അതുകൊണ്ട് നമസ്കാരം അതൊരു സന്ദർഭമാണ്. നാലാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇന്ദ ശദാഇദി വൽ അഹ്വാൽ, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും മനോവിഷമങ്ങളും ടെൻഷനുകളും കടന്നു വരും. ആ സമയത്ത് നമ്മൾ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആരുടെ അടുപ്പവും സ്നേഹവും, ആരിലേക്ക് അടുക്കാനും ആരിലേക്ക് പോകാനുമാണോ നമ്മുടെ മനസ്സ് വ്യാഗ്രത കാണിക്കുന്നത്, ധൃതി കാണിക്കുന്നത്, സ്പീഡ് കാണിക്കുന്നത്? അതിനനുസരിച്ചായിരിക്കും. അവിടെയും അള്ളയുണ്ടോ? നമുക്ക് പ്രയാസം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, അതുപോലെ ഇനി ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, എൻ്റെ അഭിമാനവും എൻ്റെ എല്ലാം പിച്ചി ചീന്തി കഴിഞ്ഞു എന്നുള്ള ആ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന സമയത്തും എനിക്കൊരു തിരുത്തുണ്ട്, എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എൻ്റെ റബ്ബുണ്ട്. അൽ ഹയ്യാണ്, അൽ ഖയ്യാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം, തഖ്വ കാണിക്കുന്ന പക്ഷം, അവൻ അല്ലാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവൻക്ക് അല്ലാഹു ഉപജീവനം നൽകുമെന്നുള്ള ആ വിശ്വാസം ആ സമയത്ത് അവൻ കടന്നു വരണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര വലിയ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തും എത്ര വലിയ ദുരിതമുണ്ടാകുന്ന സമയത്തും മനോദുഃഖവും മനോവിഷമവും ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഉടനെ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം.
അതല്ലാത്ത വേറെയും പ്രാർത്ഥന ഉണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ അവന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചാൽ അള്ളാഹു അവന്റെ വിഷമങ്ങൾ മാറ്റി പകരം അവൻക്ക് സന്തോഷവും അതുപോലെ തന്നെ സൗഭാഗ്യവും നൽകുമെന്നാണ്. ദുരിതമുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പ്രയാസമുണ്ടാകുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഈ പ്രാർത്ഥന എവിടെയെങ്കിലും സഹോദരങ്ങൾ നമ്മൾ ദുരിതങ്ങൾ പറയുന്നുണ്ടോ, പ്രയാസം പറയുന്നുണ്ടോ, മനസ്സിനകത്തുള്ള ടെൻഷനുകൾ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അതാണ് ഇത് ആവർത്തിച്ച് പറഞ്ഞത്. കണ്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. വീണ്ടും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. വീണ്ടും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇതല്ലാതെ ചെറിയ ദുആ ഉണ്ട്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ. ആവർത്തിച്ച് പറയാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുആ ദിന്നൂൻ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയി പഠിപ്പിച്ച ഈ ദുആവുകളെല്ലാം ആണ്. ടെൻഷൻ ഉണ്ടാ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്ക് നമ്മൾ ടെൻഷനുകളും കാര്യങ്ങളും കേൾക്കാന്നല്ലാതെ അതിന് ഉചിതമായ തത്തുല്യമായ ഒരു പരിഹാരം നൽകാൻ ഒരു മഖ്ലൂഖിന് സാധിക്കുകയില്ല. അത് ലോകരക്ഷിതാവായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്ര ടെൻഷൻ ഉണ്ടായാലും, എത്ര പ്രയാസമുണ്ടായാലും, എത്ര ദുരിതമുണ്ടായാലും, സമൂഹം ഒറ്റയ്ക്ക് നമുക്കെതിരായാലും, അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ വിമ്പൽ കൊട്ടുന്ന, പ്രയാസപ്പെടുന്ന, ടെൻഷൻ അടിക്കുന്ന, വിഷമിക്കുന്ന സമയത്ത് ഈ ദുആഹ് മനസ്സിരുത്തി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പേറുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തരുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 4 സന്ദർഭങ്ങളിൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പവും ഇഷ്ടവും നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ സാധിക്കും. ഒന്ന്, കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത്. രണ്ടാമത്, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത്. മൂന്നാമത്, ജമാഅത്തായി മറ്റുള്ള നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത്. നാലാമത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആ നിമിഷങ്ങളിലും നമ്മുടെ ചിന്ത, നമ്മുടെ അടുപ്പം, നമ്മുടെ ദിക്റ്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചാണ് സ്മരിക്കുന്നത്. അവിടെ നമുക്ക് അള്ളാഹുമായിട്ടുള്ള സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് നമ്മെ ഈ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ മാത്രം ഓർത്ത്, അള്ളാഹുവിനെ സ്മരിച്ച്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് പരിപൂർണമായ രൂപത്തിൽ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹ് തന്നെ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിന് സമാധാനവും, നമ്മുടെ ലക്ഷ്യമെന്താണെന്നും സ്വപ്നമെന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും ആരോടാണ് നമുക്ക് സ്നേഹവും ഇഷ്ടമുള്ളെന്നും അളക്കാൻ ഈ 4 സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതി എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ സ്മരിച്ച് നല്ല മനസ്സിന്റെ ഉടമകളായി മാറുവാൻ നാം ഏവരും ശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ദുൽഖഅദ മാസത്തിലാണ്. പവിത്രമായ മാസത്തിലെ ഒരു മാസം കൂടിയാണ് ദുൽഖഅദ. അത് കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന ഈദുൽ അദ്ഹ, പെരുന്നാൾ, വലിയ പെരുന്നാൾ ഒക്കെ വരാനിരിക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് നമ്മളെല്ലാവരും അതുമായിട്ടുള്ള ഒരുക്കങ്ങളും ചിന്തകളൊക്കെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. എന്ത് വസ്ത്രം എടുക്കണം, എവിടെ പോയി എടുക്കണം, അതുപോലെ പെരുന്നാളിന് എവിടേക്ക് ടൂറ് പോകണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ചിന്തകളിലെല്ലാം തന്നെ നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടതും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചിന്തയാണ് ഉലൂഹിയത്തിനെ കുറിച്ച്, ബലി അറക്കുന്നതിനെ കുറിച്ച്.
കാരണം നമ്മളുടെ ജീവിതവും അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി എന്തും നാം സമർപ്പിക്കാൻ തയ്യാറാണെന്ന് നമ്മൾ നമസ്കാരത്തിലൊക്കെ പൊതുവേ എല്ലാവരും ചൊല്ലി മനഃപ്പാടമുള്ള ഒരു ദുആഉൽ ഇഫ്ത് പ്രാരംഭ പ്രാർത്ഥന ഉണ്ട്, വജ്ഹത്തു. അത് നമ്മൾ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയാ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, എൻ്റെ നമസ്കാരം, വ നുസുക്കി എൻ്റെ ആരാധന കർമ്മങ്ങളും, വ നുസുക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ബലി കർമ്മങ്ങളും, എൻ്റെ ബലിയും നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്. വ മമാതി എൻ്റെ ജീവിതവും, എൻ്റെ മഹിയ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ജീവിതവും മരണവുമെല്ലാം ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അതുകൊണ്ട് നുസുക്ക്, ബലി എന്നുള്ളത് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. നമുക്കറിയാം, ഇന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരു മൃഗത്തെയോ അറക്കാനുള്ള കപ്പാസിറ്റിയുള്ള കൂടുതൽ ആളുകളുണ്ട്. ഷെയർ കൂടി 7 ആളെ തികക്കേണ്ട ആവശ്യമില്ലാത്ത വിധം സമ്പന്നത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി അതിൽ കുറഞ്ഞ ആളുകൾക്കും ഇന്ന് കൂടാനുള്ള സംവിധാനവുമുണ്ട്. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പല പ്ലാനിങ്ങുകളും വരുമ്പോൾ നമ്മൾ ആദ്യം കുടുംബത്തിലും വീട്ടിലും ഒക്കെ ആലോചിക്കേണ്ടയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമ്മളെ കുടുംബത്തിൽ നിന്നും അതുപോലെ നമ്മൾ ഓരോരുത്തരും ബലി ഇറക്കുന്നതിനെ കുറിച്ച്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിനാണ് വളരെ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ഉണർത്തൽ ഈ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ പങ്കുകാരാവണം. ഏകദേശം ഇവിടുത്തെ മസ്ജിദ് ഭാരവാഹികൾ സ്വീകരിക്കുന്ന ഒരാൾക്ക് 12,000 രൂപയാണ്. 12,000 രൂപയ്ക്ക് ഏകദേശം ഇന്ന് ഒരു സാമ്പത്തിക നില ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും സമ്പാദിച്ചുണ്ടാക്കാൻ പറ്റുന്ന തുകയുള്ളൂ. കാരണം ഇന്ന് ഓരോരുത്തർക്കും ദിവസക്കൂലിയും ശമ്പളമെല്ലാം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ സാധനങ്ങൾക്ക് വില കൂടുന്നതനുസരിച്ച് നമുക്കുള്ള വരുമാനങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി തന്നെ നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ റബ്ബ് തന്ന സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു അതിനുള്ള പരിഹാരം നമുക്ക് നൽകും. കാരണം അള്ളാഹു കൽപ്പിച്ച കാര്യമാണല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നാ അഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓ നബിയെ, താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ അൽ കൗസർ നൽകിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ച നബിയെ, താങ്കൾ എന്ത് ചെയ്യണം? നമസ്കരിക്കുക, വൻഹർ ബലി അർക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു വിശ്വാസി അത് ഏറ്റെടുക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഭാഗവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ബലി അറുക്കുന്ന മൃഗങ്ങളെ കുറിച്ച് അറിയാം. ആട്, മാട്, ഒട്ടകമാണ്. ആട് അറുക്കുന്നതിന് ഷെയറില്ല. ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം ആളുകൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അടക്കാം. വെറും വാപ്പാന്റെ സാമ്പത്തിക ശേഷി മാത്രം നോക്കി ഒരു വീട്ടിൽ നിന്ന് ഒരാൾ അറുത്താൽ മതി എന്നുള്ള ഹദീസിൽ നിൽക്കല്ല. ഒരു വീട്ടിൽ തന്നെ വാപ്പാക്കും സമ്പത്തുണ്ടാവും, മക്കൾക്കും സമ്പത്തുണ്ടാവും, എല്ലാവർക്കും ഒറ്റ സമ്പത്തുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളൊക്കെ ജോയിന്റ് ഫാമിലി ജീവിക്കണം. അതുകൊണ്ട് എൻ്റെ വാപ്പ അറക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മകൻ അറക്കേണ്ട ആവശ്യമില്ല. കാരണം മകന് സമ്പത്തുണ്ട്, അവൻ അറക്കണം. മകൾക്ക് സമ്പത്തിന് അവൾ അറക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും ഇതിൽ ഭാഗവാക്കാവണം. സ്വന്തമായി അറക്കാൻ കഴിയുള്ള സാമ്പത്തിക ശേഷിയുള്ള അങ്ങനെ അവർ സെലക്ട് ചെയ്യണം. ഇനി അത്രമാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണെങ്കിലോ ഷെയർ കൂടാം. 2 ആൾ ചേരാം. 2 ആൾക്ക് ചേർന്നിട്ട് ഒരു ഉരുവിന് അറക്കാം. 3 ആളാകാം, 4 ആളാകാം, 5 ആളാകാം, 6 ആളാകാം, 7 ആളാകുമാ. 8ാമത്തെ ആൾക്ക് പറ്റൂല. ഇപ്പൊ 7 ആളൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. 2 ആൾക്ക് കഴിയുമ്പോൾ 2 ആൾ കൂടുക. അങ്ങനെ ബലിമൃഗത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. കാരണം അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടവുമാണ് അവിടെ കാണിക്കും. നമ്മൾ ഞാൻ ജീവിക്കുന്നതും എൻ്റെ ജീവിതവുമല്ല അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നോക്ക് സഹോദരങ്ങൾ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ കേരളത്തിൽ എത്ര ബലിമൃഗങ്ങൾ അറക്കുന്നുണ്ട്. ബദരീങ്ങൾ ആണ്ടിന്റെ പേരിൽ അങ്ങനെ പല റിഫായ് ഷെയ്ഖിന്റെ പല ആണ്ടിന്റെയും ഉറൂസിന്റെയും നേർച്ചന്റെ പേരിലൊക്കെ അറക്കുന്നത് എന്താ? മൃഗങ്ങളെ അറക്കുന്നത്. പക്ഷെ അതവിടെയൊക്കെ
അള്ളാഹു അല്ലാത്തവരുടെ പേരിലാണ് അറക്കുന്നത്. പക്ഷെ നമ്മൾ അറക്കുന്നതോ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മളെ സാമ്പത്തിക ശേഷി എത്ര ഉണ്ടെന്ന് നമ്മൾ ആരോടും പറയാറില്ല, പക്ഷെ അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അള്ള പറഞ്ഞത് അള്ള കൊടുത്ത സമ്പത്തിന് നിങ്ങൾ കൊടുക്കണം എന്ന്. കാരണം അൽ മാലു മാലുള്ള, നമ്മളെ കയ്യിലുള്ള എത്ര സമ്പത്തുണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനുള്ളതാണ്. വൽ ഖൽഖു ഇയാലുല്ലാ എന്ന് പറഞ്ഞത്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആ സമ്പത്ത് തന്ന സമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ സമ്പത്തിന്റെ യഥാർത്ഥത്തിൽ ഉടമസ്ഥാവകാശം അള്ളാന്റെ ആണ്. അതുകൊണ്ട് അള്ള തന്ന സമ്പത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ബലി അറക്കാൻ ഞാൻ തയ്യാറാണ്. അതാണ് ഫസ്വല്ലി ലിറബ്ബിക, നമസ്കരിക്കുന്നവരുടെ ഒരു വിശേഷണമാണ് ബലി അറക്കാനുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ ആളുകളൊക്കെ ദിവസവും ബലി അർത്തിയിരുന്നു എന്നാണ്. മുൻഗാമികളൊക്കെ ഇപ്പൊ വെറും ഈ ബലിപെരുന്നാക്ക് മാത്രമല്ല, അതവരുടെ ജീവിതത്തിലൊരു ചര്യയായിരുന്നു ബലി അറക്ക. റസൂലുള്ളാഹിക്ക് എത്രയോ ബലി അറുത്ത ആളുകളാണ്, അതല്ലാത്ത സമയത്ത് പോലും. അതുകൊണ്ട് നമ്മൾ ഈ ബലിപെരുന്നാളിന് പല ആലോചനയും ചിന്തകളും വരും. നമ്മൾ കുടുംബത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ എത്ര ബലിമൃഗങ്ങൾ അറക്കും, ആരറക്കും, അതുപോലെ എത്ര നമ്മൾ സ്പോൺസർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതുകൊണ്ട് ഈ പള്ളിയിൽ അതിനുള്ള സംവിധാനമുണ്ട്. ആവശ്യമുള്ള ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. ഒരാൾക്ക് 12,000 രൂപയാണ് ഒരു ഷെയർ. അതുകൊണ്ട് നമ്മൾ ആ ബലി കർമ്മത്തിലേക്ക് സജീവമായി എല്ലാവരും തങ്ങളെ കൊണ്ട് കഴിയാവുന്ന പൈസ സംഭരിച്ചു വെച്ച്, ഇനി ഒരു 1000 രൂപ ഒരു ദിവസം മാറ്റി വെച്ചാൽ തന്നെ 12,000 രൂപ ആവാനൊക്കെ സമയമുണ്ട്. നിയ്യത്ത് വെക്കുക. ഒരു ദിവസം നമ്മളെ എത്രയോ എന്തിനൊക്കെ ചെലവാക്കുന്നുണ്ട്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതിനൊക്കെ. സഹോദരങ്ങളെ, ഒരു ദിവസം 1000 രൂപ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് ആ ബലിപെരുന്നാളിന്റെ മുമ്പ് തന്നെ 12,000 രൂപ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സമ്പത്തിനെ വിനിയോഗിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽ ഗഫൂറും അഫ്ഫാറുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا المتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.